നമസ്കാരം കൂട്ടുകാരെ. ഇപ്പൊ ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അങ്ങനെ ഞാനും എന്റെ കൂട്ടുകാരിയും ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട്. ഞങ്ങള് രണ്ടുപേരും നടക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാ. എന്ത് ചെയ്യാനാ കൂട്ടുകാരി, വീട്ടിലിരുന്നും മടുത്തു. രാവും പകലും ഇത് എന്നെ പണി. ഉറങ്ങുക അല്ലെങ്കിൽ തിന്നു ഉറങ്ങി എന്റെ ജീവിതം എങ്ങനെ അങ്ങ് തീരും. വല്ലതും ചെയ്യണ്ടേ? പ്രൊഡക്റ്റീവായിട്ടുള്ള വല്ലതും ചെയ്യണ്ടേ? അതിനാണെങ്കിൽ എന്റെ കയ്യും കാലും കൊണ്ടൊന്ന് നടക്കാൻ എന്നെ സമ്മതിക്കണ്ടേ? ദേ ഒരുത്തി എന്നെ എടുത്തോണ്ട് നടക്കുന്നു. എടി, എന്നെ താഴെ വെക്കടി, ഒന്ന് വെക്കടി, ഞാനൊന്ന് നടന്നോട്ടെ. ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചപ്പോ അടുത്ത ആളതെ ഇലയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതൊരു മീനായിരുന്നെങ്കിൽ കടിച്ചു വലിച്ച് തിന്നാമായിരുന്നു. ഒന്ന് പോടി. ഇപ്പൊ തോന്നും വല്ല കാറ്റിനും ജീവിച്ചു വളർന്നാ മതിയായിരുന്നെന്ന്. വെറുതെ വല്ലവരുടെ വീട്ടിൽ തിന്നും കുടിച്ച് സുഖിച്ച് ജീവിച്ച് ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ നല്ലത് വല്ല കാട്ടിലും പോയി അധ്വാനിച്ച് ജീവിക്കുന്നതാ. അങ്ങനെ ഒരു നടപ്പൊക്കെ കഴിഞ്ഞു വന്ന് ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി വീണ്ടും ഇരുന്നു. എന്റെ മെയിൻ ജോലി വിശ്രമമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വിശ്രമിക്കാന്ന് വിചാരിച്ചു. മേലെ പൂച്ച പെൺകുട്ടികളും പോകുന്നുണ്ടോന്ന് വായി നോക്കി ഇരിക്കുകയായിരുന്നു. പക്ഷെ ആരെയും കണ്ടില്ല. ഒരുത്തി അതിലെ പോയി എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. എന്തൊരഹങ്കാരം അവൾക്ക്. നീ പോടി, എനിക്ക് വേറെ ഇന്ന് കുറച്ചു നേരം കിടക്കാലോന്ന് വിചാരിച്ച് ഞാൻ ആ സോഫയിൽ വന്നൊന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. എന്റെ ശല്യം ചെയ്യാൻ ഓരോരുത്തർ വന്നോണ്ടിരിക്കും. ഇവന്മാരെയൊക്കെ രണ്ട് കടിയും കടിച്ച് എങ്ങോട്ടേലും ഓടിപ്പോയാലോ എന്നാ ഞാൻ വിചാരിക്കുന്നേ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ തീറ്റ സമയമായി. ഇന്ന് ഞാന് മത്തങ്ങയാണ് കഴിക്കുന്നത്. എനിക്ക് മത്തങ്ങയൊക്കെയായിരുന്നു കിട്ടുക. ഇന്ന് മത്തൻ കഴിച്ച് ആശ്വസിക്കാം. നാളെ രാവിലെ വീണ്ടും മത്തൻ, മറ്റന്നാളും മത്തൻ, എന്നും മത്തനാ. എന്ത് ചെയ്യാനാ, എന്റെയൊക്കെ ഒരു വിധി. പിന്നെ മത്തൻ കഴിക്കുന്നത് കൊണ്ടാട്ടോ എന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ മിനുമിനിങ്ങി നിൽക്കുന്നത്. എന്റെ സ്കിന്നിനും എന്റെ തൊലിക്കൊക്കെ നല്ലതാന്ന് പറയുന്നേ. അതുകൊണ്ടാ എന്റെ വീട്ടുകാർ എനിക്ക് എന്നും മത്തൻ തരുന്നത്. മത്തൻ മാത്രമൊന്നല്ല കേട്ടോ, ചിക്കനും ലിവറും ഒക്കെ അവർ തരാറുണ്ട് എനിക്ക്. ഞാൻ ഈ പാത്രത്തുനിന്ന് നക്കി തിന്നോളാടി, നീ എന്തിനാ എനിക്ക് തോണ്ടി തരുന്നത്? എന്റെ ദൈവമേ, എവിടെ ചെന്നാൽ എനിക്കൊരു സമാധാനം ഇല്ലയോ. ഇപ്പൊ കൊടും ചൂടായതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാ. കുറച്ചു നേരം കാറ്റ് കൊള്ളാന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നതാട്ടോ. ഏയ് പെണ്ണ് അവിടെയും വന്നല്ലോ, ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാൻ സമ്മതിക്കരി. ഒന്ന് പോയി തൊലയടി. വാരി എന്റെ അടുത്തേക്ക് വാ. നിന്നെ ഞാൻ കടിച്ചു പറിച്ച് പിച്ചി ചീന്നി മര്യാദയ്ക്ക് നിന്നോണം. ഇല്ലെങ്കിൽ നാളെ മുതൽ നിനക്ക് സൂചി വയ്ക്കാണ്ട് നേരം ഉണ്ടാവുള്ളൂ. എന്നോട് കളിക്കാൻ പറ്റല്ലേ, ഞാൻ പുലി. എന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങി എന്റെ മേല് മുഴുവൻ ഞാൻ ചളിയാക്കി. ഉരുണ്ട് വരണ്ട് ആകെ കരിക്കുട്ടിയായി. ഞാൻ വന്നപ്പോ വെള്ളക്കുട്ടിയായിരുന്നു, ഇപ്പോ കറുത്ത കരിക്കട്ടിയായി മാറിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഉടുപ്പൊക്കെ ഇട്ട് തരാൻ പറഞ്ഞിരിക്കുവാ. കണ്ടോ, എന്റെ ലോലൂസിന്റെ ഉടുപ്പാണിത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടായോ കൂട്ടുകാരെ? ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും എന്റെ വീട്ടുകാരെ ഇട്ട് തരുന്നതായതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ശങ്കയുണ്ട്. ഞാൻ എവിടെ ഇരിക്കുന്നത് കണ്ടാലും അപ്പ ഫോണും കുത്തിപ്പിടിച്ചോട്ട് വരും. കണ്ടോ, അതാ വരുന്നുണ്ട്. വാടി. എങ്ങനെയാ നിൽക്കേണ്ടത്? ഏത് പോസിലാ നിൽക്കേണ്ടത്? പറഞ്ഞു തന്നാ ഞാൻ അതുപോലെ അങ്ങ് നിന്നേക്കാം. നിങ്ങൾക്ക് റീച്ചല്ലേ വേണ്ടത്? റീച്ച് വേഗം വാടി. അപ്പൊ കൂട്ടുകാരെ, ഞാൻ പോയിട്ട് വരാം. ഇനി കുറച്ചു നേരം ഫോട്ടോഷൂട്ടൊക്കെയാണേ.